പറയാൻ വെച്ചാൽ കടയ്ക്കൽ തിരുവാതിരയെക്കുറിച്ചുള്ള ഒരു ചെറിയ റിവ്യൂ ആണ് ചെയ്യാൻ പോണത്. ഇന്ന് നമ്മൾ പീറ്റർ ഗെയിംസിൽ കുറച്ച് നാളത്തേക്ക് ഗെയിമൊന്നും കാണത്തില്ല. അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഗെയിം കാണുമോ. ഗെയിം വീഡിയോസ് ഇനി ഉത്സവ സീസൺ കഴിയുമ്പോഴേ ഉള്ള. ഉത്സവ സീസൺ കഴിയാനൊരു ജൂൺ ജൂലൈ ഒക്കെ ആവും. ചിലപ്പോൾ ആഗസ്റ്റൊക്കെ ആയേക്കാം. എന്നാലും നമ്മൾ ഫ്ലോട്ടിൻ്റെ വീഡിയോ എടുക്കുന്നതായിരിക്കും. ഇത് എല്ലാം വെച്ചാൽ സപ്പോർട്ട് ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഞാൻ ഗെയിം ഇട്ട പോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അടിപൊളിയായിട്ട് ഇടുന്നുണ്ട്. പിന്നെ ഷോർട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഷോർട്ടിലാണ് ഞാൻ ഫ്ലോട്ടിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടുന്നത്. നമുക്ക് നേരെ നമ്മുടെ കടയ്ക്കൽ തിരുവാതിരയെക്കുറിച്ചുള്ള റിവ്യൂയിലോട്ട് പോകാൻ മച്ചാമാരെ. അതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. നമുക്ക് നേരെ കടയ്ക്കൽ തിരുവാതിരയുടെ റിവ്യൂയിലേക്ക് കടക്കാം. അങ്ങനെ നമ്മൾ കടയ്ക്കൽ തിരുവാതിര ഗ്രൂപ്പ് എടുക്കുവാണ്. നമുക്ക് നേരെ നമ്മുടെ ഗ്രൂപ്പ് എടുക്കാം. ആദ്യത്തെ ഇതാണ് ഗൈസ്, നാഗഭൈരവി എന്നാണ് എഴുതിയിരിക്കുന്നത് ഗൈസ്. ഇടയ്ക്ക് വെച്ച് ആടുവന്ന് ക്ഷമിക്കുക. നാഗഭൈരവി എന്നാണ് എഴുതിയിരിക്കുന്നത്. ആരാ അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഇതെന്ന് വെച്ചാൽ നമ്മുടെ അബി ആർട്സാണ് അവതരിപ്പിക്കുന്നത് നാഗഭൈരവി. കണ്ടോ ഗൈസ്, നാഗഭൈരവി അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ കരയെന്ന് വെച്ചാൽ ചായിക്കോട് കരയാണ്. ചായിക്കോട് കരയുടെ കെട്ടുകാഴ്ച ഭൈരവി, നാഗഭൈരവി, അബി ആർട്സ്. പിന്നെ ആകാശ കാഴ്ചയും ദീപക്കാഴ്ചയും എഴുതിയിട്ടുണ്ട്. മുരളി ലൈറ്റ്സ് ആൻഡ് സൗണ്ട് അങ്ങനെ എഴുതിയിട്ടുണ്ട് കടയ്ക്കലെന്ന്. പിന്നെ ഇതാണ് നല്ല രസമുള്ള ഫ്ലോട്ടാണ്. ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഉത്സവത്തിനൊന്നും വന്നില്ല കേട്ടോ ഗൈസ്. പുതിയതായിട്ട് ഇറങ്ങിയതാണ് മച്ചാമാരെ. ഇനി ഇത് ചായക്കോട് കരയിൽ കുറേ ഉണ്ട്. ചിങ്കാരി മേളമുണ്ട് കേട്ടോ. അത് അവതരിപ്പിക്കുന്നത് ലക്ഷ്മി കലാലയം ചാണപ്പാറ അവരാണ് അവതരിപ്പിക്കുന്നത്. ആകാശ ദീപക്കാഴ്ച മുരളി ലൈറ്റ് ആൻഡ് സൗണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. കാഴ്ച ഞാൻ ഒന്നുകൂടെ കാണിച്ചു തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി. കണ്ട കടയ്ക്കൽ തിരുവാതിര എഴുതിയിട്ടുണ്ട്. കടയ്ക്കൽ തിരുവാതിരയെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ ചെണ്ട ടീമെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇനി അടുത്ത കാണിക്കാം. അടുത്തതെന്ന് വെച്ചാൽ മിശങ്കുന്ന് കരയാണ് കാണിക്കാൻ പോണത്. ഇതാണ് നമ്മുടെ മിശങ്കുന്നുകരയുടെ കാര്യങ്ങളൊക്കെ. മിഷൻ കുന്നുകര കെട്ടുകാഴ്ച കമ്മിറ്റി, മിഷൻ കുന്നുകര നിവാസികളും തമ്പുരാട്ടിക്ക് അറിയിക്കുന്നു. ഇതിൽ വരുന്ന വെച്ചാൽ വേദി ചെണ്ട ക്ലബ്ബ് വരുന്നുണ്ട്. പിന്നെ ശ്രീ ചാമുണ്ടേശ്വരി വരുന്നുണ്ട്. അത് അവതരിപ്പിക്കുന്ന അനശ്വര ആർട്സാണ്. അനശ്വര ആർട്സ് കൊല്ലമാണ് അവതരിപ്പിക്കുന്നത് അത്. പിന്നെ വേദി ചെണ്ട ക്ലബ്ബുണ്ട്. ചിങ്കാരിമേളമുണ്ട്. വേദി ചെണ്ട ക്ലബിൻ്റെ ചിങ്കാരിമേളം ഉണ്ടായിരിക്കുന്നതായിരിക്കും എന്തായാലും. ഇനി അടുത്ത് നമുക്ക് നോക്കാം. പിന്നെ നമ്മുടെ ഇവിടെ അവതരണം വേദി ചെണ്ട ക്ലബ്ബാണ്. പിന്നെ അവിടെ കോൺസേർട്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ എക്സ്ചേഞ്ച് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ. പിന്നെ കണ്ടോ ഗൈസ്, ദീപവേദുതി അലങ്കാരം അത് അവതരിപ്പിക്കുന്ന NS ലൈറ്റ് ആൻഡ് സൗണ്ട്. തട്ടാമലയിലാണ് ഇതുള്ളത്. ഈ ലൈറ്റിംഗ് സൗണ്ട് ചെയ്യുന്നവരാണ് ലൈറ്റ് ചെയ്യുന്നത് നമ്മുടെ മിശങ്കുന്നുകരയ്ക്ക് വേണ്ടി ഗൈസ്. പിന്നെ ഇടപ്പൂതിര എന്തായാലും കാണും ഗൈസ്. ഇടപ്പൂതിര കാണും ഗൈസ്. ഇനി നമുക്ക് മാറ്റിയാം ഗൈസ്. ഞാൻ ഓരോ വിവരം ഉണ്ടോ നോക്കാം ഗൈസ്. ബാക്കി വിവരങ്ങളൊക്കെ ഉണ്ടോ നോക്കാം ഗൈസ്. നമുക്ക് വിവരങ്ങൾ പോകാം. എല്ലാവരും കടയ്ക്കൽ തിരുവാതിര റിവ്യൂ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ച് കാര്യങ്ങളും കൂടെ അമ്മക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. പിന്നെ വീരഭദ്രനൊക്കെ വരുന്നുണ്ട്. നമ്മുടെ JD ഗോപൻ്റെ വീരഭദ്രനാണ് വരുന്നത്. കിടുക്കാച്ചി വീരഭദ്രൻ്റെ ഫ്ലോട്ടാണെന്നാണ് കേട്ടത്. JD ഗോപൻ്റെ ഫ്ലോട്ടാണ്. ഞങ്ങളുടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് വീരഭദ്രൻ കേട്ടോ മച്ചാമാരെ. പിന്നെ മഹിഷാസുരമർദ്ദിനി ഉണ്ട് ഒരു കരയുടെ, അത് വരുന്നുണ്ട് മഹിഷാസുരമർദ്ദിനി. പിന്നെ ഇടപ്പൂതിരകൾ കാണും എന്തായാലും. കടയ്ക്കൽ തിരുവാതിരയെന്ന് വെച്ചാൽ ഇടപ്പൂതിരയാണ് പ്രധാനം. അതുകൊണ്ട് ഇടപ്പൂതിര എന്തായാലും കാണും. എനിക്ക് വീഡിയോ ക്ലിപ്പൊക്കെ ഉത്സവത്തിന് കിട്ടുമ്പം ഞാൻ അടിപൊളിയായിട്ട് ആ ഉത്സവത്തിൻ്റെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും മച്ചാമാരെ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്ക് അടിക്കണം. പിന്നെ ബെല്ലൈക്കണോളം അമർത്താം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും മൈ ശ്രീരാഗീസ് പീറ്റർ ഗെയിമിംഗ് ഈസ് സൈനിങ് ഔട്ട്.